കാലങ്ങളായുള്ള അധികൃതരുടെ അനാസ്ഥയിൽ ശോചനീയാവസ്ഥയിലായി കിടന്ന റോഡ് നാട്ടുകാർ ചേർന്ന് പിരിവിട്ട ഗതാഗത യോഗ്യമാക്കി. രാജാക്കാട് പഞ്ചായത്തിലെ അടിവാരം ഒട്ടലാങ്കൽപ്പടി റോഡിന്റെ മധ്യഭാഗത്തുള്ള 200 മീറ്റർ ഭാഗമാണ് നാട്ടുകാർ തന്നെ JC എത്തിച്ച് ഗതാഗത യോഗ്യമാക്കിയത്. കാർഷിക കുടിയേറ്റ മേഖലയായ 5, 8 വാർഡുകളുടെ അതിർത്തി തിരിച്ചു കടന്നു പോകുന്ന റോഡാണ് ഒട്ടലാങ്കൽപ്പടി അടിവാരം റോഡ്. റോഡിന്റെ ഇരുവശത്തു നിന്നും ടാറിംഗ് നടത്തുകയും ചെയ്തു. ഇതിനുശേഷം അവശേഷിക്കുന്നത് ഇടയിലുള്ള 200 മീറ്റർ ഭാഗമാണ്. കാലങ്ങളായി മൺറോഡായി കിടക്കുന്ന ഈ ഭാഗത്ത് വലിയ കിടങ്ങുകൾ രൂപപ്പെട്ട ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയുണ്ടായതോടെയാണ് അധികൃതർ കണ്ണു തുറക്കുന്നത് കാത്തു നിൽക്കാതെ നാട്ടുകാർ ചേർന്ന പണം കണ്ടെത്തി JC എത്തിച്ച് താൽക്കാലികമായി വലിയ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടത്. എന്നാൽ മഴക്കാലമാകുന്നതോടെ റോഡിന്റെ അവസ്ഥ വീണ്ടും പഴയ സ്ഥിതിയിലാകും. അതിനു മുന്നേ ഈ ഭാഗം കൂടി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കയ്യിൽ പൈസ പിരിവിട്ടിട്ട് ഒരു JCB വിളിച്ചിട്ട് ഒരു സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി അത് ഉരുണ്ട് വീഴാതെ ഇപ്പോൾ പിള്ളേരൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഒരു കല്ല തട്ടി ഒരു കല്ലിലേക്ക് വീഴുന്ന അവസ്ഥകളാണുള്ളത്. അതിലൂടെ എല്ലാം 2 വീലറൊക്കെ ഉള്ളവരുണ്ട്. പലർക്കും വീട്ടിൽ വേണമെങ്കിൽ പാക്ക സിറ്റി വഴി അതിൽ ഈ 300 മീറ്റർ നമ്മൾ ക്ലിയർ ചെയ്യുന്നതിന് വഴി 2 കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയാണ് പോകുന്നത്. ഈ കാണുന്ന അവിടെ എല്ലാം ഇപ്പോൾ മണ്ണിട്ട് ശരിയാക്കിയതാണ് JCB വിളിച്ചിട്ട് നമ്മുടെ കാശ് ഈ പറയുന്ന വീട്ടിലുള്ള ആളുകൾ കാശെടുക്കുന്നത്. അപ്പോൾ അത് ഇനിയെങ്കിലും ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് നല്ല രീതിയിൽ, അതായത് താഴെ ഒരു നല്ലൊരു കെട്ടുണ്ട്. അപ്പോൾ എപ്പോൾ ഏത് രീതിയിൽ ഇപ്പോൾ 1.5 വർഷമായിട്ട് ടെൻഡറായി ആരും എടുക്കാനില്ല. അങ്ങനെ പല എക്സ്ക്യൂസുകളാണ് കാണുന്നത്. എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കും വ്യക്തമായ ഇതില്ല. ബാക്കി 2 സൈഡും വളരെ ഭംഗിയായിട്ട് എല്ലാം ആക്കിയിരുന്നത്. ഇത്ര സ്പേസ് മാത്രമേ, ഇത്രയും കൂടെ നമ്മൾ സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി ഇതിൻ്റെ അധികാരികൾ കണ്ട് നല്ല രീതിയിൽ ഞങ്ങളൊന്ന് സഹകരിച്ച് പോകണമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണുള്ളത്. നിലവിൽ 200 മീറ്റർ റോഡ് തകർന്നു കിടക്കുന്നതിനാൽ പ്രദേശവാസികൾ ടൗണുമായി ബന്ധപ്പെടുന്നതിന് 2 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലായിരുന്നു. സ്കൂൾ കുട്ടികൾക്കും ആശുപത്രി ആവശ്യങ്ങൾക്കുമടക്കം വലിയ ബുദ്ധിമുട്ട് നേരിട്ടതോടെയാണ് നാട്ടുകാർ തന്നെ പണം കണ്ടെത്തി പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടത്. സിറ്റി വിഷൻ, രാജാക്കാട്.